ജന്മത്തിന്റെ മുമ്പിൽ ദുഃഖമാണ് ഫലം. ജന്മത്തിന് മുൻപിൽ ദുഃഖമാണ് ഫലം. ആവൃത്തമായ ആനന്ദത്തിന്റെ ഇച്ഛയിൽ വീണ്ടും നടക്കുക. ഒരാനന്ദം നാളെ കിട്ടും എന്നൊരു പ്രതീക്ഷ കാരണമാണ് പിന്നെയും ഈ ദുഃഖത്തിൽ കിടന്ന് പെരളുന്നത്. ഒരിക്കലും കിട്ടുകയില്ലെന്ന് പറഞ്ഞാൽ ഇത് കൈവിട്ടേനെ. കാരണം ആനന്ദം സ്വരൂപമായതുകൊണ്ടാണ് ആനന്ദം കിട്ടുമെന്ന് പ്രതീക്ഷ വരുന്നത്. വീണ് കിടക്കുന്നത് നിത്യദുഃഖത്തിൽ, ദുഃഖസാഗരത്തിൽ. അവിടെ 4 തരം കർമ്മം പറയപ്പെട്ടിട്ടുണ്ട്. ഈശ്വരനെ പഠിക്കുമ്പോൾ ഈശ്വര അനുഭവം ഉണ്ടാകണമെങ്കിൽ 4 തരം കർമ്മം പറയപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ആദ്യം അവിദ്യ, അതിൻ്റെ ഉദരത്തിൽ കാമം, അതിൻ്റെ ഉദരത്തിൽ കർമ്മം, അതിൻ്റെ ഉദരത്തിൽ ജന്മം. അതിൽ കർമ്മങ്ങൾ 4 തരം പറയപ്പെട്ടു. വിഹിതം, പ്രതിഷിദ്ധം, അവിഹിതം ഏവം അപ്രതിഷിദ്ധം. വിഹിതം, പ്രതിഷിദ്ധം, അവിഹിതം, അപ്രതിഷിദ്ധം. 4 തരമാണ് കർമ്മം. വിഹിതകർമ്മങ്ങൾ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക, ഇഷ്ടദേവതയെ നമസ്കരിക്കുക, സ്നാനോത്തരം സന്ധ്യാവന്ദനാദികൾ ചെയ്യുക, സന്ധ്യാസമയത്ത് പഠനം പാഠനം ഇവ ചെയ്യാതിരിക്കുക, സന്ധ്യാവന്ദനാദികൾ ചെയ്യുക, അഗ്നിഹോത്രം തുടങ്ങിയവ ചെയ്യുക, അദൃഷ്ടാർത്ഥകർമ്മങ്ങൾ ദാനം, ഉപകാരം തുടങ്ങിയ ദൃഷ്ടാദൃഷ്ടാർത്ഥകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റു, ശുചിയാകുന്നതിന് കുളിച്ചു, ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പല്ല് തേക്കുക, മലമൂത്ര വിസർജനം ചെയ്യുക, തന്നെ കുളിക്കുക. ഇതെല്ലാം പ്രഭാതത്തിൽ ചെയ്യേണ്ടതാണ്. നാക്കുവടിക്കുക, നഖമുണ്ടെങ്കിൽ വെട്ടിക്കളയുക, മുടിയുണ്ടെങ്കിൽ വെട്ടിക്കളയുക, നഖരോമങ്ങളൊക്കെ വെട്ടിക്കളയുക. ഇതൊക്കെ അങ്ങനെ ചെയ്താൽ വൃത്തിയുണ്ടാവും. അപ്പം കാണുന്നവർക്ക് സുഖമുണ്ടാവും, നമുക്ക് സുഖമുണ്ടാവും. അതിനൊക്കെ ഉള്ള രീതിയിൽ മര്യാദയ്ക്കൊക്കെ ചെയ്യുക. അത് പ്രഭാതത്തിൽ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ ഇഷ്ടദേവതാ വന്ദനം, ജപം, അഗ്നിഹോത്രം തുടങ്ങിയ അധിഷ്ഠാർത്ഥ കർമ്മങ്ങൾ. അത് അധിഷ്ഠത്തിന് വേണ്ടിയാണ്, സ്വർഗാദികൾക്ക് വേണ്ടിയാണ്. ദാനം, ഉപകാരം തുടങ്ങിയ ദൃഷ്ടാദൃഷ്ടാർത്ഥ കർമ്മങ്ങൾ. ദാനം മുതലായവ ചെയ്യുമ്പോൾ യശസ്സുമൊക്കെ കിട്ടുന്നത് അതിൻ്റെ ദൃഷ്ടമാണ്. അതിൽ നിന്നുള്ള പുണ്യം കിട്ടുന്നത് അദൃഷ്ടമാണ്. അങ്ങനെ ദൃഷ്ടാദൃഷ്ടാർത്ഥ കർമ്മങ്ങളും വർണ്ണാശ്രമ വിഹിതങ്ങളായ സ്വാധ്യായ പ്രവചനാദി കർമ്മങ്ങളും, സ്വാധ്യായം, അധ്യയനം തുടങ്ങിയ കർമ്മങ്ങൾ, യുദ്ധാദി കർമ്മങ്ങൾ, കൃഷ്യാദി കർമ്മങ്ങൾ, സേവാദി കർമ്മങ്ങൾ, അവയൊക്കെ വർണ്ണാശ്രമ വിധിക്കനുസരിച്ച് അവനവൻ്റെ ഗുണത്തിനും കർമ്മത്തിനും ആസ്പദമാക്കി ചെയ്യുക. ഈ കർമ്മങ്ങളൊക്കെ ആണ് വിഹിത കർമ്മങ്ങൾ. അഹരഹ സന്ധ്യാമുപാസീത യാവജ്ജീവം അഗ്നിഹോത്രം ജുഹോതി ഇത്യാദി വചനങ്ങളൊക്കെ വിധികളാണ്. വിധി എന്നാൽ ഇഷ്ടസാധനത. നിഷിദ്ധകർമ്മങ്ങൾ കലഞ്ചം ന ഭക്ഷയേത്. മോശമായവ, ഹിംസാപൂരകമായവ ഒക്കെയുണ്ട്. അവയൊന്നും ഭക്ഷിക്കരുത്. ഹിംസ അരുത്, അസത്യമരുത്, ചൗര്യമരുത്. അതൊക്കെ നിഷിദ്ധ കർമ്മങ്ങളാണ്. അത് ചെയ്യരുത്. എല്ലാവർക്കും അറിയാൻ ചെയ്യരുത്.
രസം എല്ലാവരും ഈ കാലഘട്ടത്തിൽ ചെയ്യും. അത് രാജാവിൻ്റെ കർമ്മമാണ്. യുദ്ധമില്ലാതെ രാജാവിന് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, പ്രജകളെ മുഴുവൻ ഹിംസിക്കാൻ വരുമ്പോൾ തൻ്റെ പ്രജകളെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരദായിത്വം രാജാവിൽ നിഷ്ഠമാണ്. അതുകൊണ്ട് രാജാവിന് മാത്രം അത് ചെയ്യാൻ അനുവാദമുണ്ട്. മനസ്സിലായി? ആ ധർമ്മം ചൂണ്ടിക്കാണിച്ചാണ് ജനാധിപത്യത്തിൽ, രാജധർമ്മത്തിൻ്റെ ആ ധർമ്മം ചൂണ്ടിക്കാണിച്ചാണ് ജനാധിപത്യത്തിൽ ഇപ്പോൾ ജില്ല തോറും സ്റ്റേറ്റിലും സ്റ്റേറ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലും സൈന്യം നടത്തിയിരിക്കുന്നത്. ഇല്ല, കാരണം നിങ്ങളെ രക്ഷിക്കാൻ അത് ആവശ്യമാണ്. അതില്ലാതായി കഴിഞ്ഞാൽ ആയിരങ്ങൾ ചാകുക എന്നുള്ളതാണ്. അത് രാജഭരണകാലത്തെ കാര്യമാണ്. ജനാധിപത്യത്തിൽ അതല്ല വഴി. ജനാധിപത്യം ഡയലോഗാണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ജനാധിപത്യം എന്ന് പേരിടുകയും രാജഭരണ നിയമങ്ങളെ കൊണ്ടുവരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ വൈകല്യം. രാജഭരണം ഫാസിസമാണ് എന്ന് കണ്ടിട്ടാണ് ജനാധിപത്യം വന്നത്. കാരണം രാജാക്കന്മാരെ കണ്ടിട്ടില്ല, ഫാസിസ്റ്റുകളെ കണ്ടിട്ടുള്ളൂ. മനസ്സിലായില്ല? നല്ല രാജാക്കന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഗതികേട് പറ്റുകയല്ല. അതുകൊണ്ട് എല്ലാ ഫാസിസ്റ്റുകളും രംഗത്തെത്തിക്കഴിഞ്ഞു. അതാണ് ഇതിൻ്റെ ദോഷം. അപ്പോൾ അവിടെ അത് വർണ്ണാശ്രമ വിധിയാണ്. മനസ്സിലായി? മറ്റത് ഹിംസ, അസത്യം, കലഞ്ചഭക്ഷണം, ചൗര്യം ആദിയായവ. ന കലഞ്ചം ന ഭുഞ്ജീത മാഹിംസ്യത് സർവഭൂതാനി ന ബ്രൂയാത് സത്യമപ്രിയം. ഇതൊക്കെ നിഷേധവചനങ്ങളാണ്. വേദങ്ങളിൽ നിഷിദ്ധങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നവയാണ് ഇവയെല്ലാം. വേദത്തെ അനുസരിച്ച് ജീവിച്ച് വേദം പറയുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം എങ്കിൽ ഇത് പാലിക്കണം. ഇത് നിങ്ങളൊക്കെ പാലിക്കണം, എനിക്ക് ബാധകമല്ല എന്നല്ല പറഞ്ഞത്. ഇത് പാലിച്ചാൽ മാത്രമേ വേദം പറയുന്ന അനുഭവത്തിലെത്തുള്ളൂ. അനുഭവം വേണം. മനസ്സിലായില്ല? പാലിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? പുണ്യസ്യ ഫലമിച്ഛന്തി പുണ്യം നേച്ഛന്തി മാനവാഹ. പുണ്യത്തിന്റെ ഫലം എല്ലാവർക്കും വേണം, പുണ്യം വേണ്ട. ന പാപഫലമിച്ഛന്തി പാപം ചരതി പുരുഷ. പാപത്തിന്റെ ഫലം വേണ്ട, പക്ഷേ പാപമേ ചെയ്യൂ. ഇതാണ് ഇന്ന് കാലം. അപ്പൊ അവിടെ നിഷേധവചനങ്ങൾ. വിധി എന്നാൽ ഇഷ്ടസാധനം, അതിൽ ഞാ ചേർക്കുന്നതോടെ അനിഷ്ടസാധനം, നിഷേധം എന്നർത്ഥമായി. ചിലത് അവിഹിത കർമ്മങ്ങളാണ്. ഉറങ്ങി എഴുന്നേറ്റാൽ മുഖം കഴുകണം. ഒരു ശാസ്ത്രത്തിലും എഴുതിയിട്ടില്ല, കാരണം അത് വിഹിത കർമ്മമല്ല. പക്ഷേ എല്ലാവർക്കും അറിയാം, ഉറങ്ങി എഴുന്നേറ്റ് വന്നാൽ മുഖം കഴുകണം. അത് അവിഹിതമാണ്, പക്ഷെ വേണ്ടതാണ്. മനസ്സിലായി? ഒരു ശാസ്ത്രത്തിലും എഴുതിയിട്ടില്ല. അതുകൊണ്ട് സ്വച്ഛത ലഭിക്കുകയാൽ സ്വച്ഛ വിചാരം ഉണ്ടാവുന്നു. മുഖം കഴുകി കഴിഞ്ഞാൽ ഒന്ന് സ്വച്ഛന്തമായി. അതുകൊണ്ട് ആളുകളും പറയും, ഉറങ്ങിയിട്ടില്ലേ, ഒന്ന് മുഖം കഴുകിക്കോ. കുട്ടിക്കാലം മൂലം ചെയ്ത് ശീലമാവുകയും സ്വച്ഛന്തത കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് അവിഹിതവും കർത്തവ്യമാണ്.
അത് കർത്തവ്യ കർമ്മങ്ങളിൽ പെടും. കാരണം അത് പരമ്പരയാ ഉപയോഗിയാണ്, ചെയ്ത് ശീലമായതാണ്, ഇഷ്ടപ്രയോജകമാണ്. നാലാമത്തത് അപ്രതിഷിദ്ധ കർമ്മമാണ്. നിഷ്ഠീവനാദികൾ, നിഷ്ഠീവനം, തുപ്പുക. പഴയ കാലത്തൊന്നും ഇന്ത്യക്കാർ വഴിയിൽ തുപ്പുകയില്ല, പ്രത്യേകിച്ച് വണ്ടിയിൽ ഇരുന്ന് തുപ്പരുത്, വലിയ ഉയരമുള്ള കെട്ടിടങ്ങളിലെ മുകളിൽ നിന്ന് തുപ്പരുത്. പക്ഷെ ഇപ്പം മുറുക്കിയിട്ടാണ് 6ാമത്തെ ഫ്ലാറ്റിൽ നിന്ന് താഴോട്ട് കൊളുകൊളോന്ന് തുപ്പുന്നു. തുണി ഉണങ്ങാനിട്ടവളുടെ തുണിയേലും തലയിലും, സൈക്കിളിലും ബൈക്കിലും പോകുന്നവൻ്റെ ദേഹത്തും ഒക്കെ അത് വീഴും. അപ്പോൾ അത് അപ്രതിഷിദ്ധ കർമ്മമാണ്. അതൊരു പുസ്തകത്തിലും എഴുതി വച്ചിട്ടില്ല, പക്ഷെ ചെയ്യരുത്. ഇത് ഏതെങ്കിലും ശാസ്ത്രങ്ങളിൽ അരുതെന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. എന്നാലും അത് പ്രതിഷിദ്ധ കർമ്മം എന്ന പോലെയാണ്. അത് കണ്ടിട്ട് മനസ്സിൽ ഗ്ലാനി ഉണ്ടാവും. അപ്പോൾ വണ്ടി ഓടിച്ചു പോവാണ്, വെള്ളം കിടപ്പുണ്ട്, അരികിൽ കൂടെ ഒരു കുട്ടി സ്കൂളിലേക്ക് പോവാണ്, ഒരു സ്ത്രീ ജോലിക്ക് പോവാണ്, നല്ലപോലെ വസ്ത്രമൊക്കെ ധരിച്ച്. എന്നാൽ ഇത് തന്നെ തരം. നേരെയുണ്ട്, വീൽ അതിൽ തന്നെ ചാടിച്ചു, തെറിച്ചു, അവരുടെ ദേഹം മുഴുവൻ ചെള്ളയായി. അവർക്ക് മാത്രമല്ല, കണ്ടു നിന്ന ആളുകൾ കൂടെ ദുഃഖമായി, ആ വണ്ടിയിലിരുന്നവർക്കും ദുഃഖമായി. ഈ നശിച്ചവൻ്റെ വണ്ടിയെ കയറണ്ടായിരുന്നു എന്നാണ്. മനസ്സിലായി? അത് അപ്രതിഷിദ്ധ കർമ്മമാണ്. അത് ഗ്രന്ഥത്തിൽ പറയേണ്ട ആവശ്യമില്ല, കോമൺ സെൻസ് കൊണ്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് ബുദ്ധി മലിനമാവും. അത് കണ്ടിട്ട് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ദുഃഖം ഇങ്ങനെ തളം കെട്ടും. ശരിയല്ല. ഇയാളുടെ കൂടെ ഇനി ഞാൻ യാത്ര ചെയ്യല്ല എന്ന് തീരുമാനിക്കാനിടയാവും. അതുകൊണ്ട് അത്തരം കർമ്മങ്ങളൊന്നും അരുത്. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയില്ല. ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. മാത്രമല്ല, കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി ഓടിച്ചവൻ വെള്ളമൊക്കെ തെറിപ്പിച്ച് കഴിഞ്ഞിട്ട് കേമനായിട്ട് മിടുക്കനായിട്ട് ചിരിക്കുമ്പോൾ നമ്മൾ അവനെതിരായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ അവനപ്പം പറയും വണ്ടി എടുത്ത് ഇറങ്ങിക്കോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇറങ്ങാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവനെ സൈഡ് ചെയ്യണം. ഗംഭീരമായിട്ട് നല്ലപോലെ വെള്ളം. പക്ഷെ പെണ്ണും പിള്ള പ്രാഗിട്ടുണ്ട്, നീ നേരെയാവില്ല, അത് ശാപം മതിയാവും. അപ്പം അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കണം. അതൊക്കെയാണ് അപ്രതിഷിദ്ധ കർമ്മങ്ങൾ. 4 തരം കർമ്മവും മനസ്സിലായി.